ഹായ് ഗൈസ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലുണ്ടാ ഞാനിവിടെ അതിഗംഭീര ആനയൂട്ട് നടത്തുന്നത്. 2026 അതിഗംഭീരമായ ആനയൂട്ട് ജൂലൈ 17 വെള്ളിയാഴ്ച കർക്കിടം 1 50-ൽ അധികം ആനകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഞാൻ ആദ്യം പോയത് പാചകപ്പുരയിലേക്കാണ്. അപ്പോൾ ആനകൾക്കുള്ള ഭക്ഷണം അവിടെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചേട്ടന്മാർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി വീടെടുത്തു. ഈ ആനകൾക്കുള്ള ഭക്ഷണത്തിൽ മരുന്ന് കലർത്തുന്നുണ്ട് കേട്ടോ. പല മരുന്നുകൾ കലർത്തിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ട്, മഹാഗണപതി ഹോമം. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഭക്തരിവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ആനകൾക്ക് ഇവിടുന്ന് പ്രസാദം കൊടുക്കും. അത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ആനകളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. 50-ൽ പരം ആനകളുണ്ട് കേട്ടോ. 5 പിടിയാനകളുണ്ട്. അങ്ങനെ ഗണപതി ഹോമം കഴിയാറായിട്ടാ. ഇനി അത് കഴിഞ്ഞ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഇവിടെ നിൽക്കുന്ന 2 ആനകൾക്ക് ഇവിടെ കൊടുക്കുമ്പോൾ തിരുമേനിമാർ അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആനകളെയും അരനിർത്തിയിട്ട് പിന്നെ ആനയൂട്ടാണ്. പിന്നെ എല്ലാ ആനകളെയും വരിക്ക് നിർത്തിയിട്ട് ആനയൂട്ട് തുടങ്ങാനായി. പിന്നെ ആനകൾക്ക് കൊടുക്കുന്നത് പഴങ്ങളാണ് കേട്ടോ. ചെറുപഴം, നേന്ത്രപ്പഴം, റോബസ്റ്റ്, തണ്ണിമത്തൻ, കരിമ്പ്, നാളികേരം, അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരോ ബോക്സിലാക്കിയിട്ട് കമ്മിറ്റി ഭാരവാഹികൾ പങ്കുവെക്കുകയാണ്. 50 ആനകൾക്കുള്ളത് ഓരോരോ ബോക്സിൽ യഥാക്രമം അടക്കി വയ്ക്കുകയാണ്. ഉണ്ടല്ലേ? ഒരുപാട് ബക്കറ്റുകൾ ഇട്ട ബക്കറ്റിലാണ് ചോറ് കൊണ്ടുപോവുക. ചോറ് ഉരുളകളാക്കിയിട്ടാണ്. ഒരാനയ്ക്ക് 5 ഉരുളയാണ് കണക്ക്. അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ബോക്സിലും റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കാരണം ജനങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ട്. കാണാനും പിടിക്കാനൊക്കെ, വീഡിയോ എടുക്കാനും മറ്റുള്ളതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാചകപ്പുരയിൽ നിന്ന് ആനകൾക്കുള്ള ഭക്ഷണം ഇവിടെ ഡാർപ്പായിൽ കൊടുന്ന് ഇടുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. അതിൽ മരുന്നുകളൊക്കെ കലർത്തിയിട്ടാണ് അവർ കൊടുക്കുന്നത്. ആയുർവേദ മരുന്നുകൾ അതൊക്കെ പരത്തിയിടുകയാണ്. എന്നിട്ട് അത് ഉരുളകളാക്കിയിട്ട് ബക്കറ്റിലാക്കണം. അങ്ങനെ ഉരുളകളാക്കുകയാണ്. ചൂടുള്ള കാരണം അത് കുറച്ച് ഉരുളകളാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ചൂടുള്ള ചോറ് ഉരുട്ടിയെടുക്കാനേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഏകദേശമൊക്കെ ഇങ്ങനെ ഉരുട്ടി കഴിയാനായിട്ടാ. ഉരുട്ടി കഴിഞ്ഞിട്ടുമാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ ഏകദേശം ഉരുട്ടി കഴിഞ്ഞു. ഇനി ബോക്സിലുള്ളതൊക്കെ ഓരോ ആനകളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ആനകളെ വരിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ബോക്സിൽ വെട്ടിവെച്ച പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോവുകയാണ് ആനയുടെ അടുത്തേക്ക്.
സമയം 9 മണിയായിട്ടാണ്. ആനയൂട്ട് നടത്താനുള്ള സമയമായി. പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് 2500 രൂപ എടുക്കണം. ടോക്കൺ എടുത്താൽ മാത്രമേ ആനയൂട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, പല ഭാഗങ്ങളിൽ നിന്നും. അങ്ങനെ ആനയൂട്ട് തുടങ്ങിയിട്ടോ. ആദ്യം അമ്പലത്തിലെ കമ്മിറ്റി ഭാരവാഹികളാണ് ആനയൂട്ട് നടത്തുക. ആനകൾക്ക് എല്ലാ വർഷവും കർക്കിടകം 1 പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ദിവസമാണ്. നല്ല ഫ്രൂട്ട്സുകളും നല്ല ഭക്ഷണങ്ങളും കൊടുക്കും. വളരെ അനുസരണയോടുകൂടി നിന്ന് കഴിക്കുകയാണ് കേട്ടോ ആനകൾ. തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ അവിടുത്തെ ആനയൂട്ടൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത്രയും വലിയ ആനയൂട്ട് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ആനയൂട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ. വളരെ അനുസരണയോട് കൂടിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരിനി അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാ ആനകളും പിരിയാണ് കേട്ടോ. ഓരോരോ വണ്ടികളിൽ കയറ്റിയ ആനകൾ അവരവരുടെ സ്ഥലങ്ങൾക്ക് യാത്ര പറയാണ്. ഇനി അടുത്ത വർഷമാണ് ഇവരിവിടെ വരുള്ളൂ.